40 നാളുപവസിക്കാൻ വിശക്കുന്നവനപ്പം കൊടുക്കാൻ ഈശൈസുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. വലിയ നോമ്പിന്റെ 40ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പെരുന്നാളായ പുനരുദ്ധാന പെരുന്നാളിലെ ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടനത്തിന്റെ 40 നാൾ പിന്നിടുന്ന ശ്രേഷ്ഠമായ ദിവസമാണ് ഇന്ന്. 40ാം വെള്ളി എന്ന് അതിനെ വിളിക്കുന്നു. എന്താണ് ഈ 40ാം വെള്ളി? നോമ്പ് തുടങ്ങിയിട്ട് 40 നാൾ പിന്നിടുന്ന ശ്രേഷ്ഠമായ ഒരു ദിനം. ഈ ദിവസം 4 കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാം. പിതാക്കന്മാരുടെ പ്രാർത്ഥനയിലൂടെ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ യേശുതമ്പുരാൻ 40 രാവും 40 പകലും ഉപവസിച്ചതായിട്ട് കാണുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ 40 എന്ന സംഖ്യയ്ക്ക് ഒത്തിരിയേറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. മോശയുടെ ജീവിതം പഠിക്കുമ്പോൾ 40 രാവും 40 പകലും ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ നോഹയുടെ കാലത്ത് 40 രാവും 40 പകലും തോരാതെ പെയ്ത മഴയെപ്പറ്റി നാം കാണുന്നുണ്ട്. ഇസ്രായേൽക്കാരെ പറ്റി പഠിക്കുമ്പോൾ 40 വർഷം മരുഭൂമിയിൽ മന്ന ഭക്ഷിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ 4 കാര്യങ്ങൾ ഈ ദിവസം സ്മരിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നതിൻ്റെ ഒരു ഒരുക്ക ദിവസമായിട്ട് ഈ ദിവസത്തെ നമുക്ക് കാണാം. ഈ 40ാം വെള്ളിയാഴ്ച യേശു തമ്പുരാൻ സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നതായിട്ട് ഇന്നത്തെ ആരാധനയുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗത്തിലൂടെ നാം കാണുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് പ്രലോഭനങ്ങളെ നേരിടാമെന്നാണ് ഈ ദിവസം നാം ഓർക്കേണ്ടത്. നമ്മുടെ നോമ്പ് ഇന്ന് എവിടെ വരെയായി? ഞാനൊന്ന് ചോദിക്കട്ടെ, പ്രലോഭനങ്ങളിൽ നമ്മൾ വീണു പോയിട്ടുള്ളവരാണോ? ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള ഒരു ദിവസമാണ് ഇന്ന്. 2025 40 ദിനരാത്രത്തിൻ്റെ നോമ്പ് പര്യവസാനിക്കുമ്പോൾ നമ്മുടെ യാത്ര ഇന്ന് എങ്ങോട്ടാണ്? നമ്മൾ എന്ത് നേടിയാണ് പോകുന്നത്? ഈ പ്രഭാതത്തിൽ നാം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ പോകുമ്പോൾ പ്രാർത്ഥനയോടെ, നോമ്പിൻ്റെ സമർപ്പണത്തോടെ, കണ്ണുനീരോടെ, എൻ്റെ ദൈവമേ, ഞാൻ പലതരത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്നും വീണു പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: ഒരിക്കലും വീഴാത്തതിലല്ല, വീഴുമ്പോഴൊക്കെ എഴുന്നേൽക്കുന്നതിലാണ് നമ്മുടെ വലിയ മഹാത്മ്യം. നമുക്ക് എഴുന്നേൽക്കാം. പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി നമുക്ക് യാത്ര ചെയ്യാം. ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്തിച്ചേരാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മോശയും ഏലിയാവും 40 ദിനം നോമ്പെടുത്തു, നമ്മുടെ കർത്താവും നോറ്റു, പാകൽ കറുസായെ ജയിച്ചു.